കഴിഞ്ഞ ഒക്ടോബർ 10-ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണിത്. 2004-2009 കാലയളവിൽ വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ ജപ്തി നടപടികൾക്ക് 6 മാസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചതായി ഉത്തരവിൽ പറയുന്നു. എന്നാൽ കുന്നത്തൂർ താലൂക്ക് ഓഫീസിന് കീഴിലുള്ള 734 പേർക്കാണ് ഇപ്പോൾ ജപ്തി നടപടികൾ സ്വീകരിക്കുന്നതിന്റെ മുന്നോടിയായി നോട്ടീസ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ ഇവർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. 3 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്കും ജോലിയില്ലാതെ നിൽക്കുന്നവർക്കും ഗവൺമെൻറ് സബ്സിഡി, അതായത് പലിശ ഇളവ് അനുവദിച്ചിട്ടുള്ളതാണ്. ഈ ഇളവ് കിട്ടുന്നതിൽ കൂടുതൽ ഭീമമായ തുക കേസിൻ്റെ കാര്യത്തിൽ നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുള്ളതാണ്. ഇത് വളരെ നീചമായ പ്രവൃത്തിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇനി ഈ നടപടികൾ ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് കുന്നത്തൂർ താലൂക്ക് ഓഫീസിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മറുപടി കാണുക. ജില്ലാ കളക്ടറിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് രേഖയിൽ നിന്നും വ്യക്തമാകുന്നു. 734 പേർക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകിയെന്നും മറുപടിയിലുണ്ട്. ഇതേ ചോദ്യമുന്നയിച്ച് കൊല്ലം ജില്ലാ കളക്ടറേറ്റിൽ നൽകിയ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്കാവട്ടെ വ്യക്തമായ മറുപടിയും നൽകിയിട്ടില്ല. വിദ്യാഭ്യാസ വായ്പയടക്കം വിവിധ വായ്പകൾ എടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബാങ്കുകൾ അപേക്ഷ നൽകിയ കാര്യം മാത്രമാണ് കളക്ടറേറ്റിൽ നിന്നുള്ള മറുപടിയിലുള്ളത്. സർക്കാരിന്റെ ഉത്തരവ് ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിച്ചെന്ന് ഇതിൽ നിന്നും വ്യക്തം. ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം വീട്ടിലായിരിക്കുന്നത് ഇപ്പോൾ രക്ഷിതാക്കളാണ്. PL കിരൺ, മീഡിയ 1.